ഹരി ഓം. ശ്രീരാമജയം. ഗർഗമുനിയാൽ രചിക്കപ്പെട്ട ഗർഗഭാഗവതം. അതിലെ ഒന്നാമത്തെ ഖണ്ഡം ഗോലോകഖണ്ഡം. ഗോലോകഖണ്ഡത്തിലെ 13 അധ്യായങ്ങൾ നമ്മൾ ഭഗവാന് ചൊല്ലി സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് 14-ാം അധ്യായം ശകടാസുരനും തൃണാവർത്തനും മോക്ഷപ്രാപ്തി നൽകുന്നതാണ്. നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ തന്നെയാണ് ശകടാസുരൻ്റെയും തൃണാവർത്തൻ്റെയും ഒക്കെ. പക്ഷേ ഇവരൊക്കെ ഭഗവാനിൽ നിന്നും ആ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് പൂർവ്വജന്മത്തിൽ എന്ത് സുകൃതം ചെയ്തിട്ടാണ് അങ്ങനെ ഭഗവാനുമായിട്ട് ഒരു സാമീപ്യം അവർക്ക് കിട്ടുന്നത് എന്നൊക്കെയുള്ള കഥകളും കൂടി ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. ഓം ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശരദ്ദിഗജ പങ്കജ ശ്രിയമതീവ വിദ്വേഷകം മിളിന്ദമുനിസേവിതം കുലിശകഞ്ചചിഹ്നാവൃതം സ്ഫുരത്കനകനൂപുരം ദളിതഭക്തതാപത്രയം ചലദ്യുതിപദദ്വയം ഹൃദി ദധാമി രാധാപതീത്. വദനകമലനിര്യദ്യസ്യ പീയൂഷമാദ്യം പിബതി ജനവരോയം പാദസോയം ഗിരം മേ. ബദരിവനവിഹാര സത്യവത്യാ കുമാര പ്രണതദുരിതഹാര ശർഗധന്വാവതാരഃ. സാക്ഷാൽ നരനാരായണന്മാരെയും സരസ്വതീ ദേവിയെയും വ്യാസഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും രാധാദേവിയെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ ആ പാദപത്മങ്ങളിൽ ശിരസ് ചേർത്ത് വെച്ചുകൊണ്ട് ഈ 14-ാം അധ്യായം നമുക്ക് ഭഗവാന് ചൊല്ലി സമർപ്പിക്കാം. 14-ാം അധ്യായം ശകടാസുരനും തൃണാവർത്തനും മോക്ഷപ്രാപ്തി. ശ്രീ ഗർഗ ഉവാച. ഈ 14-ാം അധ്യായം തുടങ്ങുന്നത് വീണ്ടും ശ്രീ ഗർഗ ഉവാച എന്ന് പറഞ്ഞുകൊണ്ടാണ്. നാരദ മഹർഷി ബഹുലാശ മഹാരാജാവിനോട് പറയുന്നതായിട്ടാണ് ഇതിൽ ഓരോ അധ്യായത്തിലും നമ്മൾ കണ്ടത്. പക്ഷെ നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ കണ്ടിരുന്നു നൈമിഷാരണ്യത്തിൽ എത്തിച്ചേർന്ന ഗർഗ മഹർഷിയെ ശൗനകാദി മഹർഷിമാർ യഥാവിധി പൂജിച്ച് സത്കരിച്ചിരുത്തി. എന്നിട്ട് ഗർഗ മഹർഷിയോട് പറയുന്നു, ഭഗവാന്റെ അവതാര കഥകളെ പറ്റിയിട്ടുള്ള ചില സംശയങ്ങൾ നിവർത്തിച്ചു കൊടുക്കണം, ഭഗവാന്റെ അവതാര മാഹാത്മ്യത്തെ പറ്റിയിട്ട് പറഞ്ഞു തന്നാലുമെന്നും. അപ്പോൾ ഗർഗ മഹർഷി പറയുന്നു, ഈ ഭഗവാന്റെ അവതാര കഥകൾ അല്ലെങ്കിൽ ഭഗവാന്റെ ഗുണ കഥകൾ കീർത്തനങ്ങൾ ഒക്കെ ഇത് ചോദിക്കുന്നവനും പറയുന്ന ആളിനും കേൾക്കുന്നയാളിനും 3 കൂട്ടർക്കും മംഗളത്തെ പ്രദാനം ചെയ്യും എന്ന്. അങ്ങനെ ഗർഗ മഹർഷി പറയുകയാണ്, പണ്ടുണ്ടായ ഒരു സംഭവ കഥ പറഞ്ഞു തരാം. അത് സ്മരിക്കുന്ന മാത്രയിൽ തന്നെ എല്ലാവിധ 3 തരത്തിലുള്ള ആദികളാണ് ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എല്ലാ പാപങ്ങളും എല്ലാ ആദികളും നമുക്ക് ഇല്ലാതായി തീരുമെന്നും. അങ്ങനെയാണ് ഗർഗ മഹർഷി നാരദ മഹർഷി ബഹുലാശ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഈ ഗർഗ സംഹിത അവതരിപ്പിക്കുന്നത്. ഈ മഹർഷിമാരുടെയൊക്കെ പേരുകൾ ഉച്ചരിക്കുന്നതിലൂടെയും ശ്രവിക്കുന്നതിലൂടെയും അവരുമായിട്ട് ഒരു സത്സംഗം നമുക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ നമ്മളുടെ ത്രിവിധ പാപങ്ങളും ആദികളും നമ്മളെയും വിട്ടുപോകുന്നതായിരിക്കും. ഗർഗ മഹർഷി, ശൗനക മഹർഷി, നാരദ മഹർഷി, ബഹുലാശ മഹാരാജാവ് ഇവരൊക്കെ ഭഗവാന്റെ പരമഭക്തരും പുണ്യാത്മാക്കളുമാണ്. ഇവരുടെയൊക്കെ നാമങ്ങൾ ഉച്ചരിക്കുക, ശ്രവിക്കുക, ഇതൊക്കെ നമ്മൾ എന്തൊക്കെയോ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്കും അതൊക്കെ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവാൻ നമ്മളെ അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ അധ്യായത്തിൽ പറയുന്നതെന്ന്. ശ്രീ ഗർഗ ഉവാച. ഇത്യേവം കഥിതം ദിവ്യം ശ്രീകൃഷ്ണചരിതം പരം യശ്ശൃണോതി നരോ ഭക്ത്യാ സകൃതാർത്ഥോ ന സംശയഃ.
ഗർഗ മഹർഷി പറയുകയാണ്, അല്ലയോ ശൗനക, ഇപ്രകാരം ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉത്കൃഷ്ടമായ ആ ദിവ്യചരിതം വർണ്ണിച്ചു തന്നു. ഇത് ഭക്തിപൂർവ്വം ശ്രവിക്കുന്നവൻ കൃതാർത്ഥനായി തീരും എന്ന് മാത്രമല്ല, അവന് പരമപുരുഷാർത്ഥം പ്രാപ്യമായി തീരുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന്. ശ്രീ ശൗനക ഉവാച തുഥാ ഖണ്ഡം പരമിഷ്ടം ശ്രീകൃഷ്ണചരിതം ശുഭം ശ്രുത്വാ ത്വന്മുഖതഃ സാക്ഷാത് കൃതാർത്ഥാസ്മോ വയം മുനീം ശ്രീകൃഷ്ണഭക്തഃ ശാന്താത്മാ ബഹുലാശ സതാം വരഃ അഥോ മുനിം കിം പ്രപച്ച തന്മേ ബ്രൂഹി തപോധനാം. ശൗനക മഹർഷി പറയുകയാണ്, അല്ലയോ മഹാമുനി, ശ്രീകൃഷ്ണ ഭഗവാന്റെ മംഗളചരിത്രം അമൃതരസം നിറഞ്ഞതാണ്. അത് താങ്കളുടെ വായിൽ നിന്ന് ശ്രവിച്ച് ഞങ്ങൾ കൃതാർത്ഥരായി തീർന്നു. അല്ലയോ തപോധന, മഹാജനങ്ങളിലും ശ്രേഷ്ഠനായ ആ ബഹുലാശ മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നും ശാന്തി ഉണ്ടായിരുന്നു. അദ്ദേഹം തുടർന്ന് നാരദ മഹർഷിയോട് എന്താണ് ചോദിച്ചത്, അതുകൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കൃപയുണ്ടായാലും എന്ന്. ശ്രീ ഗർഗ ഉവാച അഥ രാജാ മൈഥിലേന്ദ്രോ ഹർഷിത പ്രേമ വിഹ്വലഃ നാരദം പ്രാഹ ധർമാത്മാ പരിപൂർണതമം സ്മരൻ. ഗർഗമഹർഷി പറയുകയാണ്, അല്ലയോ ശൗനക, അതിനുശേഷം മിഥിലയിലെ മഹാരാജാവായിരുന്ന ബഹുളാശൻ ഹർഷത്താൽ പുളകിതഗാത്രനും പ്രേമത്താൽ വിഹ്വലനുമായി തീർന്നു. തുടർന്ന് ആ ധർമാത്മാവായ നരേശൻ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നാരദമുനിയോട് ഇപ്രകാരം ചോദിച്ചു. ശ്രീ ബഹുലാശ ഉവാച ധന്യോഹം ച കൃതാർത്ഥോഹം ഭവതാ ഭൂരി കർമ്മണാ സംഗോ ഭഗവദ്ഭക്താനാം ദുർലഭോ ദുർഘടോസ്തി ശ്രീകൃഷ്ണസ്ത്വർഭഗഃ സാക്ഷാത് അദ്ഭുതോ ഭക്തവത്സലഃ അഗ്രേ ചകാര കിം ചിത്രം ചരിത്രം വദ മേ മുനീ. ബഹുലാശ മഹാരാജാവ് പറയുകയാണ്, അല്ലയോ നാരദ മഹർഷി, അവിടുന്ന് ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സമ്പർക്കം കൊണ്ട് മാത്രം ഞാനും ധന്യനും കൃതാർത്ഥനുമായി തീർന്നു. ഭഗവാന്റെ ഭക്തന്മാരുടെ സംഗമം ദുർലഭവും ദുസ്സാധ്യവുമാണ്. അല്ലയോ മഹാമുനി, അത്ഭുതകർമ്മങ്ങൾ ചെയ്യുന്നവനും ഭക്തവത്സലനുമായ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ ബാലകനായിട്ട് പിന്നീട് എന്തൊക്കെ വിചിത്ര ലീലകളാണ് അവിടെ ചെയ്തത്, അതുകൂടി എനിക്ക് പറഞ്ഞു തന്നാലും എന്ന്. ശ്രീ നാരദ ഉവാച സാധു പൃഷ്ടം ത്വയാ രാജൻ ഭവതാ കൃഷ്ണധർമ്മിണാ സംഗമഃ ഖലു സാധൂനാം സർവേഷാം വിതനോദിശം. ശ്രീ നാരദമുനി പറയുകയാണ്, അല്ലയോ രാജാവേ, നീ ശ്രീകൃഷ്ണധർമ്മത്തിന്റെ പാലകനായതുകൊണ്ടാണ് ഈ ഉത്തമമായ ചോദ്യം ചോദിച്ചത്. തീർച്ചയായും ഭക്തന്മാരുടെ സമ്പർക്കം എല്ലാവർക്കും മംഗളകരമായിരിക്കും എന്ന്. ഭഗവാന്റെ ആ അവതാര കഥകൾ, ബാലലീലകൾ വർണ്ണിച്ചാൽ തീരുമോ? 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിച്ചാൽ തീരില്ല, മതിയാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ പരമഭക്തനായ നാരദ മഹർഷിക്കാണോ ഭഗവാനെ പറ്റി പറയാനില്ലാത്തത്? നാരദ മഹർഷി വളരെ ഉത്സാഹത്തോടെ ബഹുലാശ മഹാരാജാവിനോട് തുടർന്ന് പറയുകയാണ്. നാരദ മഹർഷിക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യം കേട്ട് വളരെ സന്തോഷമായി. ഭഗവാനെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും അറിയാനുള്ള ആഗ്രഹം നാരദ മഹർഷിക്ക് പറഞ്ഞാലും തീരത്തതുമില്ല ഭഗവാന്റെ ആ ബാലലീലകൾ. അപ്പോൾ നാരദ മഹർഷി പറയുകയാണ്, ഭക്തരുടെ സമ്പർക്കം എല്ലാവർക്കും മംഗളത്തെ പ്രദാനം ചെയ്യുമെന്ന്. അങ്ങനെ നാരദ മഹർഷി വളരെ ഉത്സാഹത്തോടെ തുടരുകയാണ്. ഏകദാ കൃഷ്ണ ജന്മർക്ഷേ യശോദാനന്ദഗേഹിനി ഗോപി ഗോപാൻ സമാഹൂയ മംഗളം ചാകരോർദ്ദിജൈഹി. ഒരു ദിവസം ശ്രീകൃഷ്ണ അവതാര നക്ഷത്രമായ രോഹിണി നാളിൽ യശോദാമ്മ ഗോപന്മാരെയും ഗോപികമാരെയും വീട്ടിൽ വിളിച്ചു വരുത്തി ബ്രാഹ്മണർ പറഞ്ഞതുപോലെ മംഗളകാര്യങ്ങൾ ചെയ്യാൻ ഏർപ്പാടുണ്ടാക്കി. ഭഗവാന് അനേകം ബാലാരിഷ്ടതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ യശോദാമ്മയ്ക്ക് എപ്പോഴും പേടിയായിരുന്നു, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവോ എന്ന്. അപ്പോൾ യശോദാമ്മ ബ്രാഹ്മണരോടൊക്കെ ചോദിച്ചിട്ട് ഭഗവാന്റെ എല്ലാ മാസവും ഭഗവാന്റെ ആ രോഹിണി നക്ഷത്രം വരുന്ന നാളിൽ പ്രത്യേക പൂജയും ദാനവും ധർമ്മവും ഒക്കെ നടത്താൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം
ആ രോഹിണി നക്ഷത്രം വന്ന ദിവസത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. രക്താംബരം കനകഭൂഷണഭൂഷിതാംഗം ബാലം പ്രഗൃഹ്യ കലിതാഞ്ജന പത്മനേത്രം ശ്യാമം സ്ഫുരദ്ധരിനഖാവൃത ചന്ദ്രഹാരം ദേവാൻ പ്രണമ്യ സുധനം പ്രദദൗ ദ്വിജേഭ്യഃ. ഭഗവാനെ ഒരുക്കി കിടത്തിയിരിക്കുന്നതാണ് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനെ സാധാരണയായിട്ട് യശോദാമ മഞ്ഞ പട്ടുവസ്ത്രമാണ് ധരിപ്പിക്കാറ്. എന്നാൽ അന്ന് യശോദാമ നല്ല ചുവന്ന പട്ടുവസ്ത്രമാണ് ഭഗവാനെ ധരിപ്പിച്ചത്. അവയവങ്ങളിൽ സ്വർണമയമായ ആഭരണങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാനെ മടിയിലെടുത്തുകൊണ്ട് യശോദാമ ഭഗവാന്റെ ആ വികസിതമായ കമല നയനങ്ങളിൽ കൺമഷി എഴുതി കൊടുത്തു. കഴുത്തിൽ പുലിനകത്തോടു കൂടിയ ചന്ദ്രഹാരം ധരിപ്പിച്ചു. എന്നിട്ട് ബ്രാഹ്മണർക്ക് അനേകം ധനവും ധാന്യങ്ങളും ഒക്കെ ദാനമായിട്ട് കൊടുക്കുവാൻ തുടങ്ങി. അങ്ങനെ ഭഗവാനെ അതിസുന്ദരനായിട്ട് ഒരുക്കിയിട്ടാണ് യശോദാമ്മ കുഞ്ഞിനെയും മടിയിൽ എടുത്തു വെച്ചുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് ഈ ദാനങ്ങളൊക്കെ ചെയ്യുന്നത്. प्रेम के निधाय निजमात्मजमाशु गोपी सम्पूज्य मङ्गलदिने प्रति गोपिकास्ता नैवा शृणोत्सुरुदितस्य सुदस्य शब्दं गोपीषु मङ्गलगृहेषु गदागतेषु तत्रैव कंसखलनोदित उत्कचाख्यु दैत्यप्रभञ्जनतनुशकटं ययेत्याम्. അങ്ങനെ യശോദാമ്മ കണ്ണനെ നല്ല സുന്ദരനായിട്ട് ചുവന്ന പട്ടുവസ്ത്രമൊക്കെ ധരിപ്പിച്ച് മാലയൊക്കെ ചാർത്തി ഒരുക്കി പാലൊക്കെ കൊടുത്ത് തൊട്ടിലിൽ കിടത്തിയിട്ട് യശോദാമ്മ തൻ്റെ പണികളിലേക്ക് പോയി. ഒരുപാട് പേര് ഗോപന്മാരൊക്കെ വരും, അവരെയൊക്കെ സത്കരിച്ചിരുത്തണം. അങ്ങനെ യശോദാമ്മ തിരക്കിട്ട പണിയിലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ഉണ്ണി ഉണർന്ന് കരയാൻ തുടങ്ങി. ഭഗവാൻ കൈകാല് ഇളക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ചുറ്റും കുറേ കുട്ടികൾ മാത്രം ഉണ്ടായിരുന്നു. യശോദാമ്മ ഈ കുഞ്ഞ് പാല് കുടിക്കാൻ വേണ്ടി ഉണർന്ന് കരയുന്നത് യശോദാമ്മ ആ തിരക്കിനിടയിൽ കേൾക്കുന്നുണ്ടായില്ല. അപ്പോഴാണ് അവിടെ കംസൻ അയച്ച ഒരു രാക്ഷസൻ ആരും കാണാതെ അവിടെ എത്തിപ്പെട്ടത്. ആ രാക്ഷസന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ രാക്ഷസന് ശരീരമില്ലായിരുന്നു, വായുമയമായ ശരീരമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ ആർക്കും തന്നെ അദ്ദേഹത്തിന് ദൃശ്യമാകുകയുണ്ടായിരുന്നില്ല. അങ്ങനെ രാക്ഷസൻ അവിടെ വന്നിട്ട് അവിടെ അടുത്തായിട്ട് ഈ പാലും വെണ്ണയും തൈരും ഒക്കെ ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു വലിയ ശകടമുണ്ടായിരുന്നു. ആ ശകടത്തിനുള്ളിലായിട്ട് കയറി ഇരിപ്പുറപ്പിച്ചു. കംസൻ പറഞ്ഞു വിട്ടതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ഇല്ലാതാക്കാനായിട്ട്. അപ്പം അതിനൊരു അവസരം നോക്കിയിട്ട് ഇത് തന്നെ തക്ക അവസരം എന്ന് പറഞ്ഞിട്ട് എന്ന് ചിന്തിച്ചിട്ട് ഈ അസുരൻ അവിടെ ആ ശകടത്തിൽ ഒളിച്ചിരുന്നു. ബാലസ്യ മൂർധനി യതി പാദയിതും പ്രവൃത്ത കൃഷ്ണോ അപിതം കില തഥാടതു രോദനേന ചൂർണം ഗദേദ ശകടേ പതിതേ ച ദൈത്യേ त्यक्त्वा प्रपञ्चजनतनुं विमलो बभूव नत्वा हरिं शतहयेन रथेन युक्तो गोलो गतामनिचलोकमलं जगाम नन्दादयो व्रजजना व्रजगोपिकाश्च सर्वे समेत्य युगपत्पृथुकांस्तदाहु एष स्वयं च पतितः शकटं कथं हि जानीदहि व्रजसुधा सुगदाश्च यूयम्. പിന്നീട് എന്താണ് ഉണ്ടായതെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ ഒരു അവസരം പാർത്ത് ആ അസുരൻ ആ വലിയ ശകടത്തിൽ ഒളിച്ചിരുന്നു, ആ വലിയ വണ്ടിയിൽ. എന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ തലഭാഗത്ത് വരത്തക്ക രീതിയിൽ ആ ശകടം മറിച്ചിടാൻ തുടങ്ങി. ഭഗവാൻ ഇതൊക്കെ അറിയാലോ. ഭഗവാൻ ഒരു ഉണ്ണിയായിട്ട് അവിടെ കിടക്കുന്നുണ്ടെങ്കിലും ഈ അസുരൻ മനസ്സിൽ എന്താണോ ചിന്തിച്ചത് ഭഗവാൻ അപ്പോഴേക്ക് അതൊക്കെ മനസ്സിലാക്കിയിരുന്നു. പാല് കുടിക്കാൻ വേണ്ടിയിട്ട് കൈകാലിട്ട് ഇളക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ണി. അപ്പോൾ അതിനിടയിൽ ഭഗവാൻ സൂത്രത്തിൽ തൻ്റെ ആ കാലിൻ്റെ പെരുവിരൽ ആ ശകടത്തിൽ ഒന്ന് സ്പർശിച്ചു. അത് സ്പർശിക്കുന്ന മാത്രയിൽ തന്നെ ആ ശകടം അതിഭയങ്കരമായ ശബ്ദത്തോടെ നിലം പതിച്ച് തകർന്ന് തരിപ്പണമാവുകയും അതിലൊളിച്ചിരുന്ന ആ അസുരൻ നിലത്ത് വീണ് മരിക്കുകയും ചെയ്യുന്നു.
അങ്ങനെ അതോടെ അസുരന്റെ വായുമയമായ ശരീരം ഇല്ലാതാവുകയും ദിവ്യമായ അനശ്വര ശരീരം സിദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ 7 കുതിരകളാൽ ബന്ധിതമായ വിമാനം അവിടെ വരികയും ഉൽക്കച്ചൻ ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിച്ച ശേഷം ആ വിമാനത്തിൽ കയറി വൈകുണ്ഠത്തിലെ ആ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോഴേക്കും നന്ദഗോപരും യശോദാമയും അവിടെ കൂടിയ ഗോപന്മാരും എല്ലാം ഈ അതിഭയങ്കരമായ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. എന്താണാവോ, കുഞ്ഞ് കിടന്നിരുന്ന ഭാഗത്തു നിന്നാണ് അതിഭയങ്കരമായ ശബ്ദം കേൾക്കുന്നത്. അവിടെ എന്താണാവോ ഉണ്ടായതെന്നുള്ള പേടിയിൽ എല്ലാവരും ഓടി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അവരവിടെ എത്തിയപ്പോൾ ഈ ശകടം തകർന്നു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവിടെ കുറെ കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ കണ്ണന് ചുറ്റും കുറെ ഗോപന്മാര് ബാലകന്മാരുണ്ടായിരുന്നു. അവരോട് പെട്ടെന്ന് ചോദിക്കുകയാണ്, അല്ലയോ കുട്ടികളെ, ഈ ശകടം എങ്ങനെയാണ് തകർന്നത്? ഇതെങ്ങനെയാണ് ഇത്ര വലിയ ശകടം ഇവിടെ തകർന്ന് കിടക്കുന്നത്? എങ്ങനെയാണ്? ആരെങ്കിലും തകർത്തതാണോ? അതെങ്ങനെയാണ് മറിഞ്ഞു വീണത് എന്നൊക്കെ കുട്ടികളോട് ചോദിക്കുകയാണ്. നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടെങ്കിൽ പറയൂ, ഇതെന്താണ് ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ അവിടെ ചോദിക്കാനായിട്ട് ആ ബാലകന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ബാല ഊചുഹു പ്രേംകസ്ഥോയം ക്ഷിബൻ പാദോരുദൻ ദുഃഖാർത്ഥമേവ ഹി തഥാടപാദം ശകടേ തേനേദം ശകടത്വനും. അപ്പോൾ ആ കുട്ടികൾ പറയുകയാണ്, ഞങ്ങൾ കണ്ടിരുന്നു, കണ്ണൻ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് കൈകാലിട്ട് ഇളക്കി കരയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കണ്ണൻ്റെ ആ പെരുവിരലിൻ്റെ അറ്റം ആ ശകടത്തിൽ തൊട്ടു. അങ്ങനെ ശകടം മറിഞ്ഞു വീണ് തകർന്ന് തരിപ്പണായതാണ് എന്ന് ആ കുട്ടികൾ പറയുന്നു. ശ്രീ നാരദ ഉവാച ശ്രദ്ധാം ന ചക്രുർബാലോക്തി ഗോപാ ഗോപ്യശ്ച വിസ്മിതാഃ ത്രൈമാസികഃ ക്വ ബാലോയം ക്വ ചൈതത് ഭാരഭൃത്വനഃ ബാലമംഗേ സംഗൃഹീത്വാ യശോദാഗ്രഹശങ്കിതാ കാരയാമാസ വിധിവത് യജ്ഞം വിപ്രൈസുതർപ്പിതൈഃ. ഇത് കേട്ടിട്ട് ഗോപന്മാരും ഗോപിമാരും നന്ദഗോപരും എല്ലാവരും അന്യോന്യം മുഖം നോക്കുകയാണ്. 3 മാസം പ്രായമുള്ള ഒരു ഉണ്ണി, അതിൻ്റെ ആ വിരലിൻ്റെ ആ പൂ പോലെയുള്ള ആ വിരലിൻ്റെ സ്പർശനം കൊണ്ട് ഇത്ര വലിയ ഒരു ശകടം തകർന്ന് ആവാനോ? അവരന്യോന്യം വിസ്മയത്തോടെ നോക്കുകയാണ്. എന്താണ് ഈ കുട്ടികൾ പറയുന്നത് എന്ന് അവർ ആശ്ചര്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. പക്ഷെ യശോദാമ ഇതൊന്നും കേൾക്കുന്നുണ്ടായില്ല. യശോദാമ പെട്ടെന്ന് തന്നെ തൻ്റെ കുട്ടിയെ എടുത്ത് മടിയിലെടുത്ത് വെച്ചിട്ട്, കുട്ടിക്ക് ഉറപ്പായിട്ടും ഇത് എൻ്റെ ഉണ്ണിയുടെ, ഒന്നും അത് അങ്ങനെ സംശയിക്കുന്ന പോലും ഇല്ല യശോദാമ ഒരു സാധാരണ അമ്മയെ പോലെ, ഇത് എൻ്റെ കുട്ടിയുടെ കാലുകൊണ്ടൊന്നുമല്ല, ഏതോ ഒരു ദുഷ്ടശക്തി എൻ്റെ കുട്ടിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ എടുത്ത് മടിയിലെടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് ബ്രാഹ്മണർക്ക് ധനവും ധാന്യമൊക്കെ വീണ്ടും വീണ്ടും ദാനം ചെയ്യുകയാണ്. എന്തായാലും കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന ആശ്വാസത്തിലാണ് യശോദാമ്മയുള്ളത്. ബ്രാഹ്മണരുടെ അനുഗ്രഹം, ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതിലൂടെ, അവരുടെ മനസ്സ് നിറയുന്നതിലൂടെ, ആ അനുഗ്രഹത്തിലൂടെ അനേകം നമ്മളെ ബാധിച്ചിരിക്കുന്ന പാപങ്ങളും നമ്മളെ ബാധിച്ചിരിക്കുന്ന കഷ്ടതകളും ഒക്കെ ഇല്ലാതാകുമെന്നാണ്. അതുകൊണ്ട് ആ ബ്രാഹ്മണരെ സംപ്രീതരാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് യശോദാമ അവർക്ക് ധനവും ധാന്യങ്ങളും എല്ലാം ദാനം ചെയ്യുകയാണ്. പക്ഷെ ഗോപന്മാരെല്ലാം മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായി, എന്തായാലും നന്ദഗോപരുടെ വീട്ടിലുണ്ടായ ഈ ഉണ്ണി ഒരു സാധാരണ കുട്ടിയല്ല. കാര്യം കുറച്ചു നാൾ മുന്നെയാണ് അവിടെ പൂതന എന്ന വലിയൊരു രാക്ഷസി വന്നിട്ട് ആ രാക്ഷസി മല പോലെ താഴെ വീണു. പക്ഷെ എന്നിട്ട് ഈ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല. രാക്ഷസി മരിച്ചു പോവുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഇത്ര വലിയ ഒരു ശകടം ഈ കുഞ്ഞിൻ്റെ പാദസ്പർശം ഏറ്റപ്പോഴത്തേക്ക് തകർന്ന് തരിപ്പണായി. അപ്പോൾ എന്തോ ഒരു പ്രത്യേകത ഈ ബാലകനുണ്ട്. അതുമല്ല, ഈ കണ്ണനെ കാണാനായിട്ട് അവരവരുടെ പണികളെല്ലാം വേഗം തീർത്തിട്ട് എന്തോ ഒരു ആകർഷണത്താണ്, ഒരു കണ്ണൻ്റെ അടുത്തേക്ക് ഓടിയെത്താനാണ് അവർക്ക് എപ്പോഴും തോന്നുന്നത്.
അത്രയും ആനന്ദമാണ് കണ്ണൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുക. അപ്പോൾ എന്തോ ഒരു പ്രത്യേകത, ദിവ്യത്വം ഈ ബാലകനുണ്ട് എന്ന് ഗോപി ഗോപന്മാർ അന്യോന്യം പറയുകയും മനസ്സിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുകയാണ്. ശ്രീ ബഹുലാശ ഉവാച കോയം പൂർവം തു കുശലീ ദൈത്യ ഉൽക്കച നാമ ഭാഗ് അഹോ കൃഷ്ണപദസ്പർശാത് ഗതോ മോക്ഷം മഹാമുനീം. ബഹുലാശ മഹാരാജാവ് ഇതൊക്കെ കേട്ടിട്ട് വേറെ ഒന്നുമല്ല ചിന്തിച്ചത്, ഭഗവാന്റെ ആ പാദസ്പർശം ഏൽക്കാൻ വേണ്ടിയിട്ട് എന്ത് പുണ്യാണ് ഈ അസുരൻ പൂർവ്വജന്മത്തിൽ ചെയ്തത് എന്നാണ് നാരദ മഹർഷിയോട് ബഹുലാശ മഹാരാജാവ് ചോദിക്കുന്നത്. ഭഗവാന്റെ ആ പാദസ്പർശം ഏൽക്കുക എന്നുള്ളത് ഒരു പുണ്യം തന്നെയാണ്. ഭഗവാന്റെ സാമീപ്യം കിട്ടുക, ഭഗവാന്റെ ഒരു സ്പർശം, അതും ഭഗവാന്റെ പാദങ്ങൾ കൊണ്ടുള്ള യോഗ്യന്മാർ കൂടി കൊതിക്കുന്ന ഒരു പദമാണ് ഭഗവാന്റെ ആ പാദങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളത്. അപ്പോൾ ഭഗവാന്റെ ആ പാദങ്ങൾ കൊണ്ടൊന്ന് സ്പർശിക്കുക, ആ സ്പർശന ഭാഗ്യം കിട്ടിയ ഈ അസുരൻ എത്ര ഭാഗ്യവാനാണ്. എന്ത് പുണ്യം ചെയ്തതിൻ്റെ, പൂർവ്വജന്മത്തിൽ എന്ത് പുണ്യം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ അസുരന് മോക്ഷം കൊടുത്തത് ഭഗവാൻ എന്നാണ് ബഹുലാശ മഹാരാജാവ് നാരദ മഹർഷിയോട് ചോദിക്കുന്നത്. ശ്രീ നാരദ ഉവാച ഹിരണ്യാക്ഷസുതോ ദൈത്യ ഉൽക്കജോ നാമ മൈഥില ലോമശസ്യാശ്രമേ ഗച്ഛൻ വൃക്ഷാം ശൂർണീചകാരഃ. നാരദ മഹർഷി പറയുകയാണ്, അതെ, അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ്. ഈ അസുരൻ, ഈ ഉൽക്കജൻ എന്ന പേരുള്ള ഈ അസുരൻ പൂർവ്വജന്മത്തിൽ ഹിരണ്യാക്ഷന്റെ മകനായ ഉത്കജൻ ആയിരുന്നു. ഒരിക്കൽ ഉത്കജൻ ലോമേശ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. ലോമേശ മഹർഷി നമ്മുടെ പല പുരാണങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുള്ള അതിദിവ്യമായ ഒരു നാമമാണ്. സ്കന്ദപുരാണം, പത്മപുരാണം, മഹാഭാരതം, ഇതിലൊക്കെ ലോമേശ മഹർഷിയെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അത്രയും മഹത്തായ ഒരു പുണ്യാത്മാവായിരുന്നു ലോമേശ മഹർഷി. മഹർഷിമാർക്കൊക്കെ മരങ്ങളെന്നോ മനുഷ്യരെന്നോ പറവകളെന്നോ ഒരു വ്യത്യാസമില്ല. എല്ലാ ജീവനും ബ്രഹ്മം തന്നെയാണ്, അങ്ങനെ കരുതുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ മഹർഷിയുടെ ആശ്രമത്തിൽ മുന്നിൽ ചെന്നിട്ടാണ് ഈ മരങ്ങളൊക്കെ ഈ ഉത്കജൻ വെട്ടി നശിപ്പിക്കാൻ തുടങ്ങിയത്. തം ദൃഷ്ട്വാ സ്ഥൂലദേഹാഢ്യമുത്കജാഖ്യം മഹാബലം ശശാബരോഷയുക് വിപ്രോ വിദേഹോ ഭവദുർമദേ സർപ്പകഞ്ചുകവദ്ദേഹ പതൻ കർമ്മ വിപാകതഃ സദ്യസ്തച്ചരണോപാന്തേ പതിത്വാ പ്രാഹ ദൈത്യരാട്. ഇത് കണ്ടപ്പോൾ ലോമേശ മഹർഷിക്ക് കോപം വരികയും ആ കോപത്താൽ ഈ ഉത്കജനെ ശപിക്കുകയും ചെയ്യുകയാണ്. ഉത്കജൻ ബൃഹത്തായ ശരീരത്തോടു കൂടിയ ദൃഢഗാത്രമായ ശരീരത്തോടു കൂടിയ ആളായിരുന്നു. അപ്പം നിന്റെ ഈ ബലവത്തായ ശരീരത്തിലല്ലേ നിനക്ക് അഹങ്കാരം, അതുകൊണ്ട് നിനക്ക് ദേഹമില്ലാതായി പോകട്ടെ, നിനക്ക് വായുമയമായ ശരീരമായി തീരട്ടെ എന്ന് ലോമേശ മഹർഷി ശപിക്കുന്നു. അതോടെ ആ ഉത്കജന്റെ ശരീരം സർപ്പത്തിന്റെ സർപ്പം പാമ്പിന്റെ പടം പൊഴിഞ്ഞു പോകുന്നത് പോലെ ആ ഉത്കജന്റെ ശരീരം ഓരോന്നായിട്ട് അടർന്നു വീണു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഉത്കജൻ മുനിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയും എന്നിട്ട് ഇപ്രകാരം പറയുകയും ചെയ്തു. ഉത്കജ ഉവാച ഹേ മുനി ഹേ കൃപാ സിന്ധോ കൃപാം കുരു മമോപരി തേ പ്രഭാവം ന ജാനാമി ദേഹമേ ദേഹി ഹേ പ്രഭോ. ഉത്കജൻ പെട്ടെന്ന് തന്നെ മഹർഷിയുടെ പാദങ്ങളിൽ വീണ് നമിച്ചിട്ട് ഇപ്രകാരം പറയുകയാണ്, അല്ലയോ മഹർഷി, അവിടുന്ന് കൃപാസാഗരമാണ്. എന്നെ അനുഗ്രഹിച്ചാലും എനിക്ക് അങ്ങയുടെ പ്രഭാവം അറിയില്ലായിരുന്നു. എനിക്ക് എൻ്റെ ദേഹം തിരിച്ചു തന്നാലും എന്നോട് ക്ഷമിച്ചാലും എൻ്റെ തെറ്റുകൾ പൊറുത്താലും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉത്കജൻ മഹർഷിയുടെ പാദങ്ങളിൽ വീണ് തൻ്റെ തെറ്റുകളൊക്കെ ഏറ്റു പറയുകയാണ്. ശ്രീ നാരദ ഉവാച തദാ പ്രസന്ന സ മുനിർദൃഷ്ടം യേന ശതം വിധി സതാം രോഷോ അപി വരദോ വരോ മോക്ഷാർത്ഥദഃ അപ്പോൾ ലോമേശ മുനി പ്രസന്നനായി
അദ്ദേഹം അതീവ ശ്രേഷ്ഠനായ മഹാമുനിയായിരുന്നു. ബ്രഹ്മാവിൻ 10 ബ്രഹ്മായുസ് കണ്ടിട്ടുള്ള അത്തരം സത്പുരുഷന്മാരുടെ രോഷം പോലും വരദായകമായി തീർന്നുവെന്നാണ്. അങ്ങനെ ആ മഹർഷി അന്ന് ശപിച്ചത് കൊണ്ടാണ് ഭഗവാന്റെ ആ പാദസ്പർശം ഏൽക്കാനുള്ള ഒരു ഭാഗ്യം ഈ ഉത്കജന് സിദ്ധിച്ചത്. അതാണ് പറഞ്ഞത്, അത്രയുള്ള മഹാത്മാക്കളുടെ ശാപം പോലും ഒരു അനുഗ്രഹമാണ് എന്ന്. പിന്നെ അദ്ദേഹത്തിൻ്റെ വരദാനത്താലാണ് ഈ ഉത്കജന് മോക്ഷം ഭഗവാനിൽ നിന്ന് തന്നെ മോക്ഷം സിദ്ധിച്ചത്. ഇത്രയൊരു മഹാത്മാക്കളുടെ ഒരു സാമീപ്യം കൊണ്ട് തന്നെ ആ ഉത്കജന് എത്ര പുണ്യം ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആ മോക്ഷം സിദ്ധിച്ചതിൽ എന്താണ് ആശ്ചര്യപ്പെടാനുള്ളത് എന്നാണ് നാരദ മഹർഷിയോട് ചോദിക്കുന്നത്. ശ്രീ ലോമേശ ഉവാച വാദദേഹസ്തു തേ ഭൂയാദ് വ്യതീതേ ചാക്ഷുഷാന്തരേ വൈവസ്വദാന്തരേ മുക്തിർഭവിതാ ച പദാഹരേഹി. ലോമേശ മഹർഷി പറയുകയാണ്, ചാക്ഷുഷ മന്വന്തരം വരെ നിന്റെ ശരീരം വായുമയമായിരിക്കും. അതിനുശേഷം വൈവസ്വത മന്വന്തരം വരും. ആ സമയത്ത് വൈവസ്വത മന്വന്തരത്തിലെ 28ാം ദ്വാപര യുഗത്തിന്റെ അന്ത്യത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരണസ്പർശത്താൽ നിനക്ക് മുക്തി ലഭിക്കും എന്ന്. അത് ശരിക്കും മഹർഷി ഈ ഉത്കജനെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ പാദസ്പർശമേറ്റ് മുക്തി ലഭിക്കും എന്ന് ഒരു അനുഗ്രഹം കിട്ടിയാൽ ജനന മരണ ചക്രങ്ങളിൽ നിന്നും പുറത്താവുകയാണ്, ഭഗവാന്റെ ആ ഗോലോക ധാമത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ശാപം തന്നെ ആ ഉത്കജന് ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് നാരദമുനി അതുകൊണ്ടാണ് പറഞ്ഞത്. ശ്രീ നാരദ ഉവാച തസ്മാദുത്കജ ദൈത്യസ്തു മുക്തോ ലോമശ തേജസ സദ്യോ നമസ്തു യേ നൂനം സമർത്ഥാവരശാപയോം. നാരദ മഹർഷി പറയുകയാണ്, ഈ പറഞ്ഞ ശ്രേഷ്ഠ ശാപം കാരണം ലോമേശ മുനിയുടെ പ്രതാപത്താൽ ഉത്കജൻ എന്ന രാക്ഷസൻ പോലും ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമധാമത്തിന് അധികാരിയായി മാറി. ശാപവും വരവും നൽകാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള അത്തരം സത്പുരുഷന്മാരെ ഞാൻ നമസ്കരിക്കുന്നു എന്ന്. ഇനി നാരദ മഹർഷി പറയാൻ പോകുന്നത് അടുത്ത തൃണാവർത്തന് മോക്ഷം കിട്ടിയ കഥയെ പറ്റിയിട്ടാണ്. അത് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. 14ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ച കൂടി ചൊല്ലിയിട്ട് നമുക്ക് ഭഗവാന് സമർപ്പിക്കാം. മഹത് ആത്മാക്കളുടെ നാമങ്ങൾ ഉച്ചരിക്കുന്നതും അവരുടെ അതിലൂടെ ആ കിട്ടുന്ന സത്സംഗവും നമ്മുടെയും പാപങ്ങളെല്ലാം കഴുകിക്കളയട്ടെ. ആ ഗംഗാനദി പവിത്രമാക്കുന്നത് പോലെ അവരുടെ ആ നാമോച്ചാരണത്തിലൂടെ, അതിൻ്റെ ശ്രവണത്തിലൂടെ നമ്മുടെ ത്രിവിധ പാപങ്ങളും നമുക്ക് ത്രിവിധ ആദികളും നമ്മളെയും വിട്ടുമാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. हरि सुंदर नंद मुकुंद